ജോഫിൻ ടി ചാക്കോ ഡയറക്റ്റ് ചെയ്ത് ആസിഫ് അലി, അനശ്വര തുടങ്ങിയവർ ലീഡ് റോൾ ചെയ്ത് രേഖാചിത്ര എന്ന സിനിമയുടെ വിശേഷമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് ബാച്ച് ആയിട്ടുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ മൂവിയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവിൻ്റെ ഒരു ഗംഭീര ത്രില്ലർ സ്വഭാവമല്ലാതെ ഒരു ഡ്രാമ ടൈപ്പ് പോകുന്ന, എങ്ങും ഒരേ ലെവലിൽ കൊണ്ടുപോകുന്ന, ഹൈ മൊമെന്റ്സ് ഒന്നും വലുതായി പ്രതീക്ഷിക്കാൻ സാധിക്കാത്തൊരു സിനിമയാണ് രേഖാചിത്രം. സിനിമയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊരു മൂഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം 1985 പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തിന് പശ്ചാത്തലമാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഭവം നടന്നതായി ഒരു ആൾട്ടർനേറ്റീവ് ചരിത്രമുണ്ടാക്കുകയും അതിനെ സംബന്ധിച്ചിട്ടൊരു സിനിമയാണ് ഈ രേഖാചിത്രം എന്ന സിനിമ നമുക്ക് സമ്മാനിച്ചത്. അതിൽ ആസിഫ് അലി ചെയ്ത കഥാപാത്രം വിവേക് എന്ന പോലീസ് കഥാപാത്രമാണ്. ഓൺലൈൻ റമ്മി കളിച്ചതിന് സസ്പെൻഷൻ കിട്ടുകയും പിന്നീട് താൽക്കാലികമായി മലക്കപ്പാറ എന്ന സ്റ്റേഷനിലോട്ട് പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് 40 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ ശവം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ ലൈവായിട്ടുള്ള ഒരു റെസ്പോൺസിനനുസരിച്ചിട്ട് ആ കേസ് മുന്നോട്ട് പോവുകയും അതിൻ്റെ അന്വേഷണം തൻ്റെ കരിയറിൽ സംഭവിച്ച ആ ഒരു ബ്ലാക്ക് മാർക്കിനെ തിരുത്താനായിട്ട് വിവേക് എന്ന പോലീസ് ഓഫീസർ നടത്തുന്ന ഒരു അന്വേഷണമാണ് സിനിമ കൊണ്ടുപോകുന്നത്. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ മിസ്റ്ററിയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ത്രൂ ഔട്ട്. നമുക്ക് ഇതിൻ്റെ ഒരു മിസ്റ്റർ റിവീലേഷൻ എന്താണെന്ന് അറിയാനൊക്കെ ഭയങ്കര താല്പര്യം തോന്നിക്കുന്ന ആദ്യ പകുതിയും, എന്നാൽ രണ്ടാം പകുതിയിലോട്ട് വന്നപ്പോൾ ഈ സിനിമ നിർത്താറായി എന്ന് വരെ നമുക്ക് തോന്നിത്തുടങ്ങും. രണ്ടാം പകുതിയിലോട്ട് സിനിമ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുറേയധികം അനാവശ്യമായിട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത് എനിക്ക് രണ്ടാം പകുതി തന്നെയായിരുന്നു. ഫസ്റ്റ് പകുതി പിന്നെയും കുഴപ്പമില്ല എന്ന പോലെ തോന്നി. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഹൈ മൊമെൻറ്റ്സോ അങ്ങനെയൊന്നും അവകാശപ്പെടാൻ പറ്റാത്തൊരു സിനിമ കൂടിയാണ് രേഖാചിത്രം. അതായത് ഒരു പെട്ടെന്നൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഗൂസ് ബംസ് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാത്ത ഒരു നോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ പോലെ അവസാനം വരെ കൊണ്ടുപോകുന്നു. അതിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം മടുപ്പ് ഉണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. സിനിമയിൽ അത്രയും എക്സ്ട്രീമായിട്ടൊരു മ്യൂസിക്കിൻ്റെ ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. കാരണം അത്രയും ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഹൈ മൊമെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ പല സീനുകൾ പോകുന്നുണ്ടെങ്കിലും അതങ്ങനെ ഒരു ഹൈ ആവുന്നില്ല. അത് ഭയങ്കര ഫ്ലാറ്റായി പോകുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ആസിഫ് അലിയും അനശ്വര, മനോജ് കെ ജനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ചില ചെറിയ ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ടേൺസ് ഒക്കെ സിനിമയിലുണ്ട്. അത് അത്യാവശ്യം നല്ല, അത് നമുക്ക് കാണിക്കാതെ തന്നെ ഒരു മിസ്റ്ററി റിവീലേഷൻ പോലെ ഒക്കെ ആകുമ്പോൾ ഓക്കെയാണ്. അങ്ങനെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ ഒരു ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഒരു വ്യത്യസ്ത രീതിയിലുള്ള അപ്രോച്ച് എന്ന രീതിയിലും ഈ സിനിമ കാണാവുന്നതാണ്. കാരണം ഒരു നോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി അല്ല, മറിച്ച് ഈ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഞാൻ പറഞ്ഞ പോലെ അത് അധികം കൈവയ്ക്കാത്ത ഒരു സാധനമാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒന്ന് ട്രിം ചെയ്യായിരുന്നു. അനാവശ്യമായിട്ടുള്ള പിന്നെയും കുറേ സീനുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാക്കുന്നതിന് വരെ കുറച്ചുകൂടെ ട്രിം ചെയ്യിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ് രേഖാചിത്രം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.